നിന്റെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും നിന്റെ തിരുമോത കാണാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടും അല്ലേ ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞ് കുറെ കാലം ഞാൻ ഇങ്ങോട്ട് വന്നേ. നീ പിന്നെ എന്തിനാ പറയാന്നു? അങ്ങനെ അങ്ങ് ഡിവോഴ്സ് തന്നാ നിങ്ങൾ അങ്ങ് സുഖിച്ചു പോയാലോ? എന്റെ പപ്പ തന്ന 50 പവന് 10 ലക്ഷം രൂപ എന്താ? ഞാൻ നാളെ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് തന്നേക്കാം. നിന്റെ പപ്പ കാള വാറുന്നു എനിക്ക് 50 പവനും 10 ലക്ഷം രൂപ. എടി 5 പവന് 25,000 രൂപ തന്നിട്ട് സെമിത്തേരി വെച്ച് അന്ന് രാത്രി തന്നെ 5,000 രൂപ പപ്പ മേടിച്ചോണ്ട് പോയില്ലേ? എന്റെ കർത്താവേ, കള്ളത്തരം പറയുന്നേട്ടോ. ചേച്ചി സുഖാണോ? അതെ അതെ, 10 ലക്ഷം രൂപ 50 പവന് തന്നാ ഞാൻ ഇപ്പൊ പൊയ്ക്കോളാം. എന്ത് തെളിവുണ്ടടി? തെളിവുണ്ടോ? കല്യാണ ഫോട്ടോ ഇരിപ്പുണ്ട്, കല്യാണ ഫോട്ടോ. അതിനകത്ത് നിറയെ സ്വർണം ഞാൻ ഇട്ടിട്ടുണ്ട്. കല്യാണ ഫോട്ടോയ്ക്കകത്ത മുക്കൊണ്ടല്ലേടാ തൂക്കി വിറ്റ 50 അല്ല 100 പവൻ. നീ ഇപ്പൊ എന്തിനാ ചാടി പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നേ? എന്താ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ചാടി പിടിച്ച് വന്നേന്ന്? പള്ളി പെരുന്നാൾ കഴിഞ്ഞ് നിങ്ങൾ പോയതല്ലയോ? പലചരക്കടയിലും പാലുകാരനോടൊക്കെ കടം പറഞ്ഞ് ഞാൻ മടുത്ത് 2 മാങ്ങാണ്ടി പിള്ളേരെ തന്നിട്ട് നിങ്ങൾ പോയ പോക്ക. കല്യാണം കഴിഞ്ഞ് നമ്മൾ ചറവറ പറ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോടി. വേണ്ട, മര്യാദയോടെ പറയത്. ഞാൻ വല്ല വിളിച്ച് പറഞ്ഞേക്കും കേട്ടോ. അങ്ങോട്ട് വരുമ്പോ നിന്റെ പിള്ളേർക്ക് ഇത്രയും വലിയ കെട്ട് പലഹാരം വേണം. നിന്റെ കൈ നോട്ട് കെട്ട് തരണം. അതിനൊക്കെ പറഞ്ഞ പൈസ വേണോ? വരുമാനമില്ല, ഞാൻ ഇവിടെ കഴിയുവാണോ? എന്റെ പിള്ളേരോ പിന്നെ നിങ്ങൾക്ക് അതിൽ യാതൊരു പങ്കും ഇല്ലേ? എന്റെ പിള്ളേർക്ക് പലഹാരം കൊണ്ട് കൊടുക്കണമെന്ന്? എടി നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാണോ ഞാൻ ഈ രാജ്യത്തോട്ട് പറഞ്ഞാണോ? നീ എന്റെ പറയാന്ന് എന്നെ എന്തിനു ശല്യം ചെയ്യുന്നു? അയ്യോ, നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന മേലടങ്ങി പണി ചെയ്യണം. മേലടങ്ങി ഇങ്ങനെ ഈ വണ്ണം കൊണ്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. മേലടങ്ങി പണി ചെയ്യണം. എന്നാലേ പെണ്ണുപിള്ളെ മക്കളെയൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റൂ. പൈസ എന്തിന്? എടാ റൊണാൾഡേ, സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ അറിയില്ലേ? പിന്നെ എന്തിനാ മേടിക്കാൻ നടക്കുന്നത്? സാധനം മേടിച്ചാൽ പൈസ കൃത്യമായിട്ട് ഇവിടെ കൊടുത്താന്നല്ലേ? അത് ഞാൻ മറിച്ച് റോസ്മേരിക്ക് അറിയാൻ വേണ്ടി ഞാൻ ഒരു പഴങ്കഥ പറയാം. പറയണ പഴഞ്ചൊല്ല. റോസ്മേരിക്ക് അത് ഗുണപ്പെടും. പറ. ഈ ഒരു കൈ ഇല്ലാത്തവനെ ഒരു വിരലാത്തവനെ കുറ്റം പറയരുത്. അങ്ങനെയൊക്കെ പറയണ. പറയും. ഈ കൊടങ്ങാവിളയിലെ പഞ്ചായത്ത് ഓഫീസിലാണ്, എവിടെയാണ്, സൊസൈറ്റിയിൽ കൃത്യമായിട്ട് അടവടച്ചതിന് പ്രസിഡന്റ് അവാർഡ് കിട്ടിയ ആളല്ലേ? ചൊരി തൂക്കിയിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അവരുടെ നോട്ടീസ് ബോർഡിൽ ഈ തവണ ഒരുപാട് മുടക്കുന്നവരുടെ പേരെഴുതി ഇങ്ങനെ വെക്കും. അങ്ങനെ നോട്ടീസ് ബോർഡിൽ വന്നതാ. കൈവെള്ളുണ്ടാകുന്നോർത്താന് തള്ളമാര് തീരെ അടുത്തുള്ള പണി തരാത്തത്. അങ്ങനെ ചുമ്മാ ഞാൻ എന്നാ കാണിച്ചു തരാം. വാ, കാണിച്ചു തരാം. പൊന്നെ അമ്മയ്ക്ക് എനിക്ക് സമ്മതിക്ക്. ശരിയാണ്, മടിയാണേ. ഇപ്പൊ ഈ ചെയ്യുന്ന ബാലവേലാണേ. അയ്യ, 2 കൊല്ലം കഴിയുമ്പോ കെട്ടിക്കണ്ട. നീ എവിടെ ബാല? ഞാൻ കേസ് കൊടുത്ത് അകത്താവും. ഞാൻ അകത്ത് പോയി കിടന്നിട്ട് ഞാൻ സമ്മതിച്ചാ ഞാൻ ചെയ്യും. സമ്മതിച്ചു. എനിക്ക് മടി ആണേ. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് സ്നേഹത്തില് ഇങ്ങോട്ട് മക്കളെ ഒന്ന് ചെയ്താന്നൊക്കെ പറയണോണ്ട് വല്ല പിന്നെ ഞാനിപ്പോ എന്താ വിളിച്ചത്? പൊന്നെ അതൊന്ന് ചെരണ്ടി താമക്കുന്നല്ലേ പറഞ്ഞത്? അല്ലേ? ഏതായാലും മടിയാണ്.